നിനക്കൊരു കാര്യം അറിയോ? പറ. എനിക്കിപ്പോ 30 വയസ്സായി. എങ്ങനെ? 35. കറക്റ്റ് പറ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല 40. ഓക്കെ, ഫോളോ മീ. പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം. എങ്ങനെ? ഇരുന്നപ്പം. പറഞ്ഞോ കേക്കാം. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ഒന്നോ ബാക്കിയോ? സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു. ആരാത്? ലോലം പിപി. ലോലം പിപി? ലോലം പിപി അല്ല, ലോലം പിപി. ഈ ലോലം പിപിയുടെ കാര്യം സംസാരിക്കല്ലേ കേട്ടോ. ലോലം പിപി അവളെ. പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തൈയുമായിട്ട് ഇവിടെ വന്നു. അപ്പൊ നീ അവനെ ഓടിച്ചിട്ട് ചവിട്ടി. അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. എന്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ഇച്ചാച്ചി ചവിട്ടാതിരിക്കും അവന്? എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ കുഴിമാടത്തിൽ നിന്ന് തൈത്തങ്ങ് വിഴുത് ഇവിടെ കൊണ്ടുവന്ന അല്ല ഇച്ചാച്ചി പറ. ഉമ്മ കൊടുക്കണം ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഒരൊറ്റ ആമ്പിള്ളാര് എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല. എന്താ കാര്യം? ഏജ് ഓവർ. നീ പണ്ട് എന്തൊക്കെ കുരുത്തക്കേടുകളെ കാണിച്ചു കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് ചില്ലറയൊന്നും എന്താ നീ കാണിച്ചത്? എന്റെ വീട്ടിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഗേറ്റിന്റെ സൈഡിൽ നീ ഒരു എഴുതി വെച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? പിതാവുണ്ടോന്ന് നീ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ? അതെന്താണെന്നറിയാമോ പിതാവുണ്ടോന്ന് എഴുതി വെച്ചത്? നിന്റെ ആരാണ്ട് ആ മതലിന്റെ അപ്പുറ സൈഡിൽ മാതാവില്ലാന്ന് എഴുതി വെച്ചു. അപ്പൊ ഞാനൊരു അപ്പൊ പിതാവുണ്ടോന്ന് എഴുതി വെച്ചു. അത് എന്റെ വീടിന്റെ പേരായിരുന്നു, മാതാവില്ല. ഇത് വല്ലോ ഞാൻ അറിയുന്നു. അങ്ങനെ തൊട്ടരാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല അതല്ല, ഈ അണവണ അണവണക്കണല്ല അവഗണന. ആ സാധനം വലിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ. എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. മോനെ വാടാ. ചിരിപ്പിക്കാതെ കയറിപ്പോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഈ പെണ്ണുമ്പിള വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്നാണ് അവളത്? സ്ത്രീധനത്തിനെ ബാക്കി കിട്ടാണ്ടെന്ന് ഒരു പണിയേ, ഞാൻ നിന്റെ അളിയനെ കണ്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്താ ചോദിച്ച അപ്പഴേ എടുത്തതായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് ശരി, ഞാൻ പണിക്ക് പോയി കാണാം. അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ കുട്ടി എവിടെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഞാൻ ശരിക്കും ഇന്ത്യയിലാ ജനിച്ചത്. ആണല്ലേ? പക്ഷെ വളർന്നാൻ പഠിച്ചൊക്കെ അങ്ങ് അമേരിക്കയിലാ. പഴയ പറങ്കണ്ടിയുടെ അവസ്ഥ. അങ്ങനെ ഒരു വർത്തമാനം ഇവിടെ ഇത് വളരെ ഇത് ആരെങ്കിലും അങ്ങ് കൊണ്ടുപോകില്ലേ? അമേരിക്കയിലും വിദേശത്തും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി വില കൊടുത്ത് മേടിച്ചു. അല്ല ചേന പറിക്കുക കഴിക്കാൻ എന്തോടി? ചേട്ടൻ പറിച്ച ചേനുണ്ട്, പുഴുങ്ങി തരാം. ഞാൻ ചോദിച്ചു അറിഞ്ഞു അറിഞ്ഞു തരാനല്ലേ ഭാര്യ ഉള്ളത്.